നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫങ്ഷൻസിനെ കുറിച്ചാണ്. ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ടാസ്ക് ചെയ്യുന്നതിന് നമ്മൾ സെപ്പറേറ്റായി ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രക്ഷനാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് വേണ്ട സമയത്ത് ആ ഫങ്ഷൻ നമ്മൾ കോൾ ചെയ്ത് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നു. സോ നമ്മൾ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രത്യേക ബ്ലോക്ക് ആയിട്ടായിരിക്കും. സോ നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രം അതിനെ നമ്മൾ വിളിക്കുന്നു, നമുക്ക് ചെയ്യേണ്ട ജോലി ചെയ്യുന്നു. സി പ്രോഗ്രാമിൽ രണ്ട് തരത്തിലുള്ള ഫംഗ്ഷൻസുകളുണ്ട്. ഒന്ന് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, കാരണം സി പ്രോഗ്രാമിൽ ഓൾറെഡി ഉള്ള ഫംഗ്ഷൻസ് ആണ്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മുടെ ഈ മെയിൻ ഫംഗ്ഷൻ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന പ്രിൻ്റ് എഫ് ഫംഗ്ഷൻ, അതുപോലെ സ്കാൻ എഫ് ഫംഗ്ഷൻ, ഇതൊക്കെ ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. നമ്മളിപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. അതായത് നമ്മൾ ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടി നമ്മൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. സോ പ്രിൻ്റ് എഫ് നമുക്ക് എന്തിനാണെന്നറിയാം, നമ്മുടെ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ സ്കാൻ എഫ് നമ്മുടെ മെസ്സേജ് റീഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ അതുപോലെ നമുക്ക് വ്യത്യസ്ത ആവശ്യങ്ങൾക്ക്, വ്യത്യസ്ത ജോലികൾക്ക് വേണ്ടി നമുക്ക് വ്യത്യസ്ത ഫംഗ്ഷനുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പാണ്. സോ റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ വോയിഡ് എന്ന് എൻ്റർ ചെയ്യും. സോ അല്ലെങ്കിൽ നമ്മുടെ റിട്ടേൺ ടൈപ്പ് നമ്മൾ ഈ മെയിൻ ഫംഗ്ഷനിൽ ചെയ്ത പോലെ ഇൻറ്റിജർ എന്നോ അല്ലെങ്കിൽ ഫ്ലോട്ട് എന്നോ തുടങ്ങിയ നമുക്ക് ഡാറ്റ ടൈപ്പ് കൊടുക്കാവുന്നതാണ്. സോ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് വോയിഡ് ആണ്. വോയിഡ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പ് ഒന്നും ഇല്ലാത്ത ഫംഗ്ഷനെയാണ് നമ്മൾ വോയിഡ് എന്ന് പറയുന്നത്. സോ വോയിഡ് അടുത്തതായി നമ്മൾ കൊടുക്കേണ്ടത് ഫംഗ്ഷൻ നെയിമാണ്. സോ ഞാനിവിടെ ഫംഗ്ഷൻ നെയിം സേ ഹലോ എന്നുള്ളൊരു ഫംഗ്ഷനാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എൻ്റെ ഫംഗ്ഷൻ നെയിം സേ ഹലോ എന്നാണ്. ശേഷം ഇതുപോലെ പാരന്തസിസ് അല്ലെങ്കിൽ റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം ഇത് ക്ലോസ് ചെയ്യുക. ശേഷം നമ്മുടെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുവരെ ഒന്നും എഴുതിയിട്ടില്ല. സോ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് സേ ഹലോ എന്നാണ്. സോ നമ്മൾ ഇതിനുള്ളിൽ പ്രിൻ്റ് ഓഫ് ഹലോ എന്ന് എഴുതുന്നു. ഓക്കെ, സോ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സേ ഹലോ ഫംഗ്ഷൻ. അത് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഇനി നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ ഇത് നമുക്ക് കോൾ ചെയ്യാം. നമുക്ക് ഈ ഫംഗ്ഷൻ ഇപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിവിടെ സെമിക്കോളൻ ഇട്ടില്ല. സോ ഇപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസൾട്ടും ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. ഓക്കെ, ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും, നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ ബ്ലാങ്ക് ആണ്. സോ നമ്മൾ ഈ ഫംഗ്ഷൻ നമുക്ക് വേണ്ട സമയത്ത് നമ്മുടെ മെയിൻ ഫംഗ്ഷനുള്ളിൽ നമുക്കിത് കോൾ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ വിളിക്കുമ്പോൾ മാത്രമേ ഈ ഫംഗ്ഷൻ വന്ന് അതിൻ്റെ സേ ഹലോ എന്ന് പറയുന്ന ജോലി ചെയ്ത് അത് തിരിച്ചു പോവുകയുള്ളൂ. സോ നമ്മൾ ഇവിടെ അതിനെ കോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഫംഗ്ഷൻ നെയിം ഇവിടെ എൻ്റർ ചെയ്യുക, സേ ഹലോ. ശേഷം നമ്മുടെ റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ഇതുപോലെ സെമിക്കോളൻ എൻ്റർ ചെയ്യുക. സോ നമ്മളിവിടെ ഫംഗ്ഷൻ കോൾ ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പ്രിൻ്റ് എഫ് ഹലോ എന്ന് പറയുന്ന ഈ ഒരു മെസ്സേജ് നമുക്ക് വരുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഹലോ എന്ന് പറയുന്ന മെസ്സേജ് നമുക്ക് ലഭിച്ചു. സോ നമ്മളിവിടെ ആദ്യമായി ഒരു സേ ഹലോ എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്, അതായത് നമുക്ക് ഒരു റിട്ടേൺ വാല്യൂ നൽകുന്നില്ല. സോ അതുപോലെ നമ്മൾ ഇതുപോലെ ഇതിന് പാരാമീറ്റേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. പാരാമീറ്റേഴ്സ് നമ്മൾ അടുത്ത ട്യൂട്ടോറിയലിൽ പഠിക്കുന്നതാണ്. ശേഷം നമ്മൾ ഇതിനെ പ്രിൻ്റ് എഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്തു. സോ നമുക്ക് ഈ ജോലി ഹലോ എന്ന് പറയുന്ന പ്രിൻറ്റ് ചെയ്യുന്ന ജോലി നമുക്ക് മെയിൻ ഫംഗ്ഷനിൽ വേണ്ട സമയത്ത് നമ്മളിതുപോലെ സേ ഹലോ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹലോ എന്ന് പറയുന്ന മെസ്സേജ് ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 4 പ്രാവശ്യം ഈ സേ ഹലോ എന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ ഇത് 4 പ്രാവശ്യം ഹലോ പ്രിൻറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. സോ ഇനി നമുക്ക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പാരാമീറ്റേഴ്സ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ്. സോ നമ്മളിവിടെ ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്തത്. സോ നമ്മൾ ഇനി ഇവിടെ ഇതിൻ്റെ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ നെയിം എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇതിനെ നമ്മൾ പാരാമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. സോ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സോ നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഹലോ %s നിങ്ങൾക്കറിയാം, പ്ലേസ് ഹോൾഡർ, സ്ട്രിങ്ങിൻ്റെ പ്ലേസ് ഹോൾഡർ, കോമ നെയിം. സോ നമ്മളിവിടെ നെയിം എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ പ്ലേസ് ഹോൾഡർ ഉപയോഗിച്ച് പ്രിൻറ്റ് ചെയ്തു. പക്ഷേ ഈ നെയിമിൻ്റെ വാല്യൂ എന്താണ്? ഇപ്പോൾ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാങ്ക് ആയിരിക്കും ലഭിക്കുന്നത്. ഒന്നാമതായി നമ്മളത് ഫംഗ്ഷൻ കോൾ ചെയ്തില്ല. രണ്ടാമത് ആ ഫംഗ്ഷന് നമുക്ക് ഏത് നെയിമാണ് കൊടുത്തിട്ടുമില്ല. സോ ഈ അവസരത്തിലാണ് നമ്മൾ ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നൊരു ഭാഗം വരുന്നത്. സോ നമ്മളിവിടെ സാധാരണ സേ ഹലോ എന്ന് ഉപയോഗിച്ച് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ജോൺ എന്ന് എഴുതുന്നു. സോ
ഇപ്പോൾ എന്ത് സംഭവിക്കും? ഈ ജോൺ എന്ന് പറയുന്നതിനെ നമ്മൾ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നു. സോ ഈ ആർഗ്യുമെൻറ്റ് ഈ നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് പാസ് ചെയ്യുന്നു. ശേഷം അത് ഇവിടെ നമ്മൾ പ്രിൻ്റ് ഓഫ് ഹലോ ജോൺ എന്ന് പറയുന്ന ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. സോ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഹലോ ജോൺ എന്ന് ലഭിച്ചു. സോ നമ്മളിവിടെ ഇതിൻ്റെ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ പാരാമീറ്റേഴ്സായ ചാർ നെയിം എന്ന് പറയുന്ന സ്ട്രിംഗ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ മെയിൻ ഫംഗ്ഷനുള്ളിൽ സേ ഹലോ എന്ന് എഴുതി ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ് ജോൺ എന്ന് എഴുതി. സോ ഈ ജോൺ എന്ന് പറയുന്ന വാല്യൂ ഈ നെയിമിലോട്ട് നമ്മൾ പാസ് ചെയ്തു. ശേഷം അത് പ്രിൻറ്റ് ചെയ്തു. സോ ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി നമുക്കിവിടെ അനിൽ, അഷ്റഫ്, മാർട്ടിൻ ഇങ്ങനെ നമ്മൾ 4 പേര് എഴുതി കഴിഞ്ഞ് നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം ഹലോ ജോൺ, ഹലോ അനിൽ, ഹലോ അഷ്റഫ്, ഹലോ മാർട്ടിൻ. സോ ഈ ഒരു രീതിയിൽ നമുക്ക് പാരാമീറ്റേഴ്സ് നൽകാം. അതുപോലെ നമുക്ക് ആർഗ്യുമെൻറ്റ് വാല്യൂ നൽകി അത് നമുക്ക് ഈ ഫംഗ്ഷനിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് നമ്മളൊരു സംഖ്യയുടെ സ്ക്വയർ കാണുന്നതിനുള്ള ഒരു ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷനിൽ നമ്മൾ റിട്ടേൺ ടൈപ്പ് ഒന്നും കൊടുക്കുന്നില്ല, പക്ഷേ നമ്മൾ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ റിട്ടേൺ ടൈപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വോയിഡ് എന്ന കീവേഡ് ഉപയോഗിച്ചത് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് ഫൈൻഡ് സ്ക്വയർ എന്നാണ് കൊടുക്കുന്നത്. ശേഷം ഞാൻ ഇവിടെ പാരന്തസിസ് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ നമ്മുടെ പാരാമീറ്റേഴ്സ് ഞാനൊരു വേരിയബിൾ നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇവിടെ പാരാമീറ്റേഴ്സായി കൊടുക്കുന്നു. ശേഷം ഞാനിവിടെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇതിനുള്ളിൽ ഞാൻ ഇൻറ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ നിങ്ങൾക്കറിയാം ഒരു സംഖ്യയുടെ സ്ക്വയർ എന്ന് പറയുന്നത് ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ്. സോ നമ്മുടെ റിസൾട്ട് ഫോർമുല ഇവിടെ എഴുതാം. റിസൾട്ട് ഈസ് ഈക്വൽ ടു നം ഇൻറ്റു നം. സോ ഇപ്പോൾ റിസൾട്ടിൽ നമ്മുടെ സംഖ്യയുടെ സ്ക്വയർ എത്രയാണോ അത് നമ്മൾ റിസൾട്ടിൽ സ്റ്റോർ ചെയ്യുന്നു. ശേഷം ഞാനിവിടെ ഇത് പ്രിൻറ്റ് ചെയ്യുന്നു. പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് ഡി പ്ലേസ് ഹോൾഡർ കോമ റിസൾട്ട്. സോ നമുക്ക് ഒന്നുകൂടി ഈ റിസൾട്ട് നന്നായി എഴുതുന്നതിന് സ്ക്വയർ ഓഫ് പെർസെൻറ്റേജ് ഡി ഈസ് പെർസെൻറ്റേജ് ഡി. സോ ആദ്യത്തെ പെർസെൻറ്റേജ് ഡി എന്ന് പറയുന്നത് നമ്മുടെ നം എന്ന് പറയുന്ന സംഖ്യയാണ്. അതിനുശേഷം കോമ കൊടുത്ത് നമ്മുടെ റിസൾട്ട്. സോ ഇപ്പോൾ നമ്മൾ 2 എൻ്റർ ചെയ്യുന്നതെങ്കിൽ സ്ക്വയർ ഓഫ് 2 ഈസ് 4 എന്നായിരിക്കും നമുക്ക് ഇവിടെ ലഭിക്കുക. സോ നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമുക്കിനി ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഫംഗ്ഷൻ കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ നെയിം ഇവിടെ എൻ്റർ ചെയ്യുന്നു, ഫൈൻഡ് സ്ക്വയർ. ശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ കൊടുക്കുക. സോ ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു എറർ മെസ്സേജ് വരും. കാരണം നമ്മൾ ആർഗ്യുമെൻ്റ് ഒന്നും പാസ് ചെയ്തില്ല. സോ ഞാനിവിടെ 2 എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നു. ഇനി ഞാൻ റൺ ചെയ്യുന്നു. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ റിസൾട്ട് കാണാം. സ്ക്വയർ ഓഫ് 2 ഈസ് 4. നമ്മൾ പാസ് ചെയ്ത വാല്യൂ 2 ആണ്. അത് ആ 2 ഇവിടെ ഈ വേരിയബിളിലോട്ട് സ്റ്റോർ ആകുകയും ശേഷം നമ്മൾ താഴെ കൊടുത്ത ഫോർമുല ഉപയോഗിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. സോ നമുക്കിവിടെ ഒരു ലൈൻ ബ്രേക്ക് കൊടുക്കാം. സോ ഞാനിവിടെ 10 എന്ന് പറയുന്ന ഒരു വാല്യൂ പാസ് ചെയ്യുന്നു. ശേഷം നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് 10 ഈസ് 100 എന്ന് നമുക്ക് ലഭിക്കുന്നു. സോ നമ്മളിനി ഇവിടെ ഒരു പ്രിൻ്റ് ഓഫ് സ്കാൻ ഓഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് യൂസർ ഇൻപുട്ട് കൊടുക്കുന്നു. സോ നമുക്ക് എൻ്റർ ചെയ്യുന്ന വാല്യൂവിൻ്റെ സ്ക്വയർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ പ്രിൻ്റ് ഓഫ് എൻ്റർ എ നമ്പർ ടു ഫൈൻഡ് സ്ക്വയർ. സ്കാൻ ഓഫ് ഉപയോഗിച്ച് പെർസെൻറ്റേജ് ടി. സോ അതിനു മുമ്പ് നമുക്കൊരു വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. ഞാനിവിടെ ഇൻറ്റ് നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ പെർസെൻറ്റേജ് ഡി കോമ ആംപേഴ്സെൻറ്റ് നം ഈ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഫൈൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ഇതിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നം എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നു. സോ ഈ നമ്മും വ്യത്യാസമുണ്ട്. ഈ നം എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനുള്ളിലുള്ള നമ്മാണ്. ഈ നം എന്ന് പറയുന്നത് നമ്മുടെ ഫൈൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനിൻ്റെ ഉള്ളിലുള്ള നമ്മാണ്. ഇത് കൺഫ്യൂഷൻ ആകുമെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് നമ്പർ എന്ന് എഴുതാം. നമ്പർ
ഓക്കെ, എൻ്റർ എ നമ്പർ ടു ഫൈൻഡ് സ്ക്വയർ. സോ നമ്മൾ നമ്പർ എൻ്റർ ചെയ്യുന്നു. ആ നമ്പർ ഈ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഈ വാല്യൂ നമ്മൾ ഈ ഫൈൻഡ് സ്ക്വയർ എന്ന ഫംഗ്ഷനിലൂടെ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നു. അത് ഈ നമ്മിലെത്തുന്നു. ഇവിടെ അതിൻ്റെ കാൽക്കുലേഷൻ നടക്കുന്നു. അതിനുശേഷം നമുക്ക് പ്രിൻ്റായി റിസൾട്ട് ലഭിക്കുന്നു. സോ നമുക്ക് എൻ്റർ റൺ ചെയ്യാം പ്രോഗ്രാം. സോ ഞാനിവിടെ ആദ്യമായി 3 എന്ന് എൻ്റർ ചെയ്യുന്നു. നമ്മുടെ 3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ് നമുക്ക് ലഭിക്കേണ്ടത്. സോ സ്ക്വയർ ഓഫ് 3 ഈസ് 9 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. സോ റിസൾട്ട് വരുന്നത് ഈ ഫംഗ്ഷനിൽ നിന്നാണ്. സ്ക്വയർ ഓഫ് %d ഈസ് %d. സോ നമ്മൾ വീണ്ടും റൺ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ ഞാനിവിടെ 5 എന്ന് എൻ്റർ ചെയ്യുന്നു. സോ സ്ക്വയർ ഓഫ് 5 ഈസ് 25 എന്ന് ലഭിക്കുന്നു. സോ ഈ ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ റിട്ടേൺ ടൈപ്പ് കൊടുത്തിട്ടില്ല, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇതിലില്ല. സോ നമ്മൾ ഇതിൽ പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ആർഗ്യുമെൻറ്റ് കൊടുത്തിട്ടുണ്ട്.